Hi and welcome to the new video on industrial instrumentation and automation. So far we were discussing about different signal conditioning circuits and we'll continue the discussion. And in this video I'll be discussing about log amplifiers or logarithmic amplifiers, and then again I'll be discussing some of the anti-logarithmic amplifier configurations as well. Okay, so this is a syllabus coverage. So we are now at log amplifiers. Now, before going into detailed discussion about logarithmic amplifiers or log amplifiers, we should know uh, why we are going for a logarithmic amplifier or what are the applications of these logarithmic amplifiers. Okay. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. അതിൻ്റെ ബേസിലാണ് അതറിഞ്ഞിട്ടാണ് ഈ ഒരു ഇതിനെപ്പറ്റി പറയുന്നതിൽ അർത്ഥമുള്ളൂ. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി നമുക്ക് ലോഗരിതത്തിൽ കുറച്ച് യൂട്ടിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വി നോ ദാറ്റ് നമ്മൾ രണ്ട് എയും ബിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇൻപുട്ട് ഡാറ്റ അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ദിസ് ലോഗ് എ ബി ഓർ ലോഗ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ലോഗ് എ, ദാറ്റ് ഈസ് ലോഗരിതം ഓഫ് എ പ്ലസ് ലോഗ് ബി അല്ലേ, ലോഗരിതം ഓഫ് ബി ആണ്. That is, here we have converted multiplication into what? Addition. അപ്പോൾ നമുക്ക് രണ്ട് സിഗ്നലുകൾ എ ആൻഡ് ബി ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ രണ്ട് ഡാറ്റ വാല്യൂസ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ അഡീഷൻ ആയിട്ട് മാറ്റുകയാണ്. ലോഗരിതത്തിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ആവുകയാണ് ചെയ്യുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു അഡീഷൻ. ഓക്കെ, സോ ഇതെല്ലാവർക്കും അറിയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഒന്ന് ഇത് ചെയ്യുന്നത്. ഇതേപോലെ സിമിലർലി വി നോ ദാറ്റ് ലോഗ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, എ ഡിവിഷൻ ബി ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എ മൈനസ് ഈസ് ആക്ച്വലി മൈനസ് log of b. That is, it converts division into subtraction. Okay, സോ ഇതും നമുക്കറിയാവുന്നൊരു റൂളാണ്. എഗെയിൻ ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ ടേം അല്ലെങ്കിൽ പവർ ആയിട്ടുള്ള ടേം ഉണ്ട് വിചാരിക്കാം. ലോഗ് എ റേസ് ടു എക്സ് എന്ന് എങ്ങനെ വിചാരിക്കുക, എ സ്ക്വയർ എ ക്യൂബ് എന്നൊക്കെ പറയുന്ന പോലെ. സോ ലോഗ് ഓഫ് ദ ഫംഗ്ഷൻ എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ, എക്സ് ടൈംസ് ലോഗ് ഓഫ് എ. അതായത് ലോഗ് എ സ്ക്വയർ ആയിരുന്നെങ്കിൽ 2 ലോഗ് എ എന്ന് വരും. ഓക്കെ, സോ ഇവിടെ പവറിനെ നമ്മൾ എന്തായിട്ട് മാറി, അതൊരു മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് വന്നു അല്ലേ. പവർ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ. ആ മൾട്ടിപ്ലിക്കേഷൻ തന്നെ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ കോൺസ്റ്റന്റ് ആണ് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സിംപ്ലി ഒരു ഗെയിൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള രീതിയിലേക്ക് മാറി. അതേപോലെ തന്നെ നമുക്കിപ്പോൾ സേ ലോഗ് ഓഫ് റൂട്ട് വാല്യൂസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ലോഗ് ഓഫ് റൂട്ട് എ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണല്ലോ, അതായത് എ റേസ് ടു 1/2 ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2 ടൈംസ് ലോഗ് എ അല്ലേ. ഇപ്പോൾ റൂട്ട് ഇനിയിപ്പോൾ ഇത് സെക്കൻഡ് റൂട്ടാണ്, ക്യൂബിക് റൂട്ട് ആണെങ്കിൽ 1/3 ലോഗ് എ എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് ഈസ് വി ക്യാൻ കൺവേർട്ട് ദിസ് റൂട്ട് ഇൻടു what? Division by some constant. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ സിംപ്ലിഫിക്കേഷൻസ് നമുക്ക് ഈ ലോഗരിതമിക് സർക്യൂട്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇതിൻ്റെ ഒരു യൂസേജ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS വാല്യൂ കാണുന്ന സർക്യൂട്ട്സിലാണ്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കാണുന്നിടത്ത് നമുക്ക് ഈ റൂട്ട് എടുക്കുന്നതിനൊക്കെ സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ മെയിൻലി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് വിച്ച് ആർ എസെൻഷ്യൽ പാർട്ട് ഓഫ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ. അപ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. എന്താ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ സിംപ്ലിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സിൽ മെയിൻലി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഒരു മെയിനായിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് RMS കാണുന്ന കേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു അഡീഷൻ ആക്കാം, ഡിവിഷൻ ഇൻറ്റു സബ്ട്രാക്ഷൻ ആക്കാം, പവർ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ, റൂട്ട് ഇൻറ്റു ഡിവിഷൻ. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ
ബേസിൽ വർക്ക് ചെയ്യുന്നതാണ് ലോഗറിതമിക് ആംപ്ലിഫയേഴ്സ് ആൻഡ് ആൻറ്റി ലോഗറിതമിക് ആംപ്ലിഫയേഴ്സ്. ലോഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാലും രണ്ടും കൂടിയിട്ട് ആണ് വരുന്നത്. പലപ്പോഴും ഒരെണ്ണം മാത്രം വെച്ചിട്ട് നമ്മുടെ മൊത്തം ടാസ്ക് സെർവ് ചെയ്യുന്നുണ്ടാവില്ല. സോ ലോഗ് ആൻഡ് ആൻറ്റി ലോഗ് ആംപ്ലിഫയേഴ്സ് ഇതിന് ജനറൽ ആയിട്ട് പറയുന്നതാണ് ലോഗ് ആംപ്ലിഫയേഴ്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, so it is an amplifier. Logarithmic amplifier എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ ആംപ്ലിഫയർ ഫോർ വിച്ച് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് is k times the natural logarithm of the input voltage, where k is a constant. So some constant times the natural logarithm of the input voltage. Whatever is the input voltage, it will the circuit will give the logarithm of it with a constant signal multiplying there. Okay. സോ ഒരു ലീനിയർ സർക്യൂട്ട് ആണ്. ആൻഡ് ലോഗറിതമിക് ആംപ്ലിഫയർ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫൈൻഡ്സ് എ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ഇലക്ട്രോണിക് ഫീൽഡ്സ് ലൈക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ, സിഗ്നൽ പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ് കൺട്രോൾ, ദെൻ കംപ്രഷൻ ആൻഡ് ഡീകംപ്രഷൻ, ദെൻ RMS വാല്യൂ ഡിറ്റക്ഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. സിഗ്നൽ കംപ്രഷനിലും ഡീകംപ്രഷനിലും ഒക്കെ മെയിനായിട്ട് വരുന്നതാണ്. അത് ഡൈനാമിക് റേഞ്ച് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ലോഗറിതമിക് ആംപ്ലിഫയർ സർക്യൂട്ട്സ് ആണ്. ഓക്കെ, സോ ബേസിക്കലി രണ്ട് കോൺഫിഗറേഷൻ. ദർ ആർ ടു ലോഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ. ഫസ്റ്റ് വൺ ഈസ് ഓപ്പ്-ആംപ് ഡയോഡ് ലോഗറിതമിക് ആംപ്ലിഫയർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓപ്പ്-ആംപ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ. സോ രണ്ട് കോൺഫിഗറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്പ്-ആംപ് ഡയോഡ് കോൺഫിഗറേഷൻ ഈസ് ദ ഫസ്റ്റ് വൺ. Then we'll discuss about op-amp transistor configuration. Okay, ഇതിൽ ആദ്യം പറയുന്നത് ഫസ്റ്റ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഓപ്പ്-ആംപ് ഡയോഡ് കോൺഫിഗറേഷൻ. ആ ഓപ്പ്-ആംപ് ഡയോഡ് കോൺഫിഗറേഷന് ഒന്ന് രണ്ട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വി ആർ ഗോയിങ് ടു ഓപ്പ്-ആംപ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, അതിലും സിമ്പിൾ ഓപ്പ്-ആംപ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫൈനലി ഒരു മോഡിഫൈഡ് വേർഷനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ മെയിൻ ഫോക്കസ് ലോഗറിതമിക് ആംപ്ലിഫയർ ആയിരിക്കും. എന്നാലും ജസ്റ്റ് ആൻറ്റി ലോഗറിതമിക് ആംപ്ലിഫയറും കൂടി സർക്യൂട്ട്സും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ ഡയോഡ് ബേസ്ഡ് ലോഗറിതമിക് ആംപ്ലിഫയർ, സിമ്പിൾ ഡയോഡ് ബേസ്ഡ് ലോഗറിതമിക് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ. യു ക്യാൻ സീ ഇറ്റ് ഓവർ ഹിയർ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം എന്താ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടഡ് ആണ്. ഇൻവേർട്ടിംഗ് ടെർമിനലാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് Vin and you have a resistor over here R. Then you have a diode in the feedback path. So ഈ feedback path through diode ആണ്, diode D ആണ് കംപ്ലീറ്റ് ആവുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അനാലിസിസ് ഇക്വേഷൻ എങ്ങനെയാണ് റിലേഷൻ ഉണ്ടാവുന്നത് എന്നതൊക്കെ ഡിറൈവ് ചെയ്ത് വരണം. അപ്പോൾ ആ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ബേസിക് KVL-ഉം KCL-ഉം ഇതിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ജസ്റ്റ് ഞാൻ പറയുകയാണ്, അതായത് we need to apply KVL. Then second thing is that you need to apply KCL. പിന്നെ നമുക്കിവിടെ ഒരു ഡയോഡ് ഇക്വേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, തേർഡ് വൺ ഈസ് ദ ഡയോഡ് ഇക്വേഷൻ. അതെന്താ, ഏത് ഇക്വേഷൻ ആണെന്നുള്ളത് ഞാൻ പറയാം. ഈ മൂന്നെണ്ണത്തിൻ്റെ ബേസിൽ നമുക്ക് എന്ത് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റണം? ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലൊരു റിലേഷൻ കിട്ടണം. അതാണ് മെയിനായിട്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടത്. സോ ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് എന്താണ് എന്നുള്ളത് ഡിറൈവ് ചെയ്ത് എത്തിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട്. സോ വി ഔട്ട് ഈക്വൽ ടു വാട്ട് എന്നുള്ളതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള കാര്യം. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് വി ഇൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഈ സർക്യൂട്ടിൽ ഓരോ കാര്യങ്ങൾ ആദ്യം പറയാം. ഇപ്പോൾ ഐ ആം അസ്യൂമിങ് ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ ആസ് സേ IR. ഓക്കെ, ഇതിൽ കൂടുതൽ കറണ്ടിനെ ഞാൻ IR എന്ന് വിളിക്കുന്നു. അതേപോലെ ഡയോഡ് കൂടുതൽ കറണ്ടിനെ നമുക്ക് സേ ID എന്ന് വിളിക്കാം, ID. അതേപോലെ ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ, ആ ഡ്രോപ്പിനെ ഞാൻ VD എന്ന് വിളിക്കുന്നു. അസ്യൂമിങ് ഇറ്റ് ആസ് VD. ഇനി ഇവിടെ വി ഔട്ട് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനും ഗ്രൗണ്ടിനും അക്രോസ് ആയിട്ടാണ് വി ഔട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ യു ഹാവ് ദ വി ഔട്ട് ഓവർ ഹിയർ. ഇനി ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ ഗ്രൗണ്ട് പ്രകാരം ഇവിടെയും എന്തായിട്ട് തന്നെയാണ് എസെൻഷ്യലി എന്തായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുക, വിർച്വൽ ഗ്രൗണ്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 0 വോൾട്ട് എന്നുള്ള രീതിയിലാണ് നിൽക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 0 വോൾട്ട് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്തിൽ, അതായത് സേ ഹിയർ യു ക്യാൻ അപ്ലൈ KVL. ഈ ഒരു ഇതിൽ ഞാൻ KVL അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. സോ അവിടെ KVL ഞാൻ പറഞ്ഞ പോലെ ആദ്യം KVL ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ഈ ഒരു പാത്തിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടെ ബാക്കിയുള്ളത് എന്താ, ഒരു BD യും B ഔട്ടേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ കേസിൽ വരാൻ പോകുന്നത്
ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ മൈനസ് വി ഡി മൈനസ് വി ഔട്ട് എന്നുള്ള രീതിയിലാണല്ലോ വരിക, ഈക്വൽ ടു 0. ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് വി ഔട്ട് ഈക്വൽ ടു മൈനസ് വി ഡി. കാരണം മൈനസ് വി ഡി മൈനസ് വി ഔട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് മൈനസ് വി ഡി ഈക്വൽ ടു 0 ആണ്. ഇനി എനിക്ക് ഈ ഒരു പോയിന്റിൽ കെ സി എൽ അപ്ലൈ ചെയ്യാമല്ലോ. ആ ഒരു നോഡിൽ കെ സി എൽ ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. കെ സി എൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് ഈസ് യു ഒബ്റ്റെയിൻ ഇറ്റ് ആസ് ഐ ആർ ഈക്വൽ ടു ഐ ഡി എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അവിടുത്തെ ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിലെ വോൾട്ടേജ് ആണ്, അവിടുത്തെ കറണ്ട് ആണ്. അവിടുത്തെ വോൾട്ടേജ് വി ഇൻ ആണ്, റെസിസ്റ്റൻസ് ആർ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ഇൻ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, these are the basic relations you can obtain using the KCL and KVL from the circuit. ഇതാണ് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, അത് ആവശ്യം വരും ഫൈനലി നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ട സമയത്ത്. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഡയോഡ് ഇക്വേഷൻ വേണം. ഈ ഡയോഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇറ്റ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ഫോർവേഡ് കറണ്ട് ത്രൂ ദ ഡയോഡ് ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ്. ഫോർവേഡ് വോൾട്ടേജും ഫോർവേഡ് കറണ്ടും തമ്മിലുള്ള റിലേഷനാണ്, ബേസിക് ഡയോഡിൻ്റെ ഇക്വേഷൻ ആണ് വരുന്നത്. സോ ഇക്വേഷൻ ഓർ ദ റിലേഷൻ ബിറ്റ്വീൻ ഐ ഡി ആൻഡ് വി ഡി. ഐ ഡി ആണ് ഫോർവേഡ് കറണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കൂടുതലുള്ള കറണ്ടാണ് ഐ ഡി അല്ലേ. ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് ഈസ് വി ഡി. ഇപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത്. സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ ഐ ഡി ഈക്വൽ ടു ഐ എസ് ഇൻ ടു ബ്രാക്കറ്റിൽ ഇ ടു ദ പവർ വി ഡി ഡിവൈഡ് ബൈ ഈറ്റ വി ടി മൈനസ് 1. ഐ എസ് ഇൻ ടു ഇ ടു ദ പവർ വി ഡി ഡിവൈഡ് ബൈ ഈറ്റ വി ടി മൈനസ് 1. Where IS is the reverse saturation current. This IS is the reverse saturation current, and IS is the reverse saturation current, and VT is the thermal voltage. Let me change the color. Okay, so this IS is the reverse saturation current and VT is the thermal voltage, then VD is the forward voltage of the diode, and eta is the ideality factor. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഐ ഡിയുടെ റിലേഷനിൽ വരുന്നത്. അതായത് ഡയോഡ് ഫോർവേഡ് കറണ്ടിൻ്റെ റിലേഷനിൽ വരുന്ന ടേമുകൾ. ഒരു ഐ എസ് ഉണ്ട്. ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. അതേപോലെ വി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ വോൾട്ടേജ് ആണ്. ഈ രണ്ടാൾക്കാരും ഐ എസ് ആയാലും അതെ വി ടി ആയാലും അതെ, ദേ ആർ ബേസിക്കലി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ദേ ആർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റേഴ്സ്. ഐ എസും വി ടിയും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഈവൻ ഈ ഐ എസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഐ എസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഡബിൾ ആവും, ഡബിൾഡ് ഫോർ 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിൽ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് വരുമ്പോഴേക്കും തന്നെ ഐ എസിൻ്റെ വാല്യൂ ഡബിൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു ഈ വി ടിയും എന്ത് തന്നെയാണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആ വി ടി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി വേറൊരു ഇക്വേഷൻ്റെ ബേസിലാണ് ആക്ച്വലി നമ്മൾ പറയുന്നത് വി ടിയുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ദാറ്റ് ഈസ് this VT. Okay, I will change the color again. Okay, so VT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VT is given by KT divided by Q. So VT ഈ ഇക്വേഷൻ്റെ ബേസിൽ. അപ്പോൾ ഓൾറെഡി ഐ എസിൻ്റെ വേരിയേഷൻ പറഞ്ഞു, അത് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ, ആൻഡ് ഇൻ ദിസ് കേസ് അഗൈൻ VT is K in times T divided by Q ആണ്. അപ്പോൾ ഇതിലത്തെ ടി എന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻസ് ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, ടെമ്പറേച്ചർ ഓഫ് ദ ഡയോഡ് ആണ്, ടെമ്പറേച്ചർ ഓഫ് ദി ഡയോഡ്. സോ ഓൾറെഡി അവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി വന്നു. ഇനി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് 1.38 × 10⁻⁻23 ജൂൾ പെർ കെൽവിൻ. ദെൻ ദിസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ആണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാലോ 1.6 × 10⁻⁻19 കുളൂംബാണ്. ഇപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ വാല്യൂ, വി ടിയുടെ വാല്യൂ അറ്റ് ഒരു നമ്മൾ റൂം ടെമ്പറേച്ചർ അറ്റ് 300 ഡിഗ്രി കെൽവിനിലാണെങ്കിൽ നമുക്ക് വി ടിയുടെ വാല്യൂ കിട്ടുക ഒരു 26, അതായത് 25.8 മില്ലി വോൾട്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് വി ടിയുടെ വാല്യൂ കിട്ടുക. ഇത് ഞാൻ ഈ ഒരു ഇക്വേഷനിൽ, നമ്മുടെ ഐ ഡിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്ന എക്സ്പ്രഷനിൽ ഈ എക്സ്പോണൻഷ്യൽ പാർട്ടുണ്ടല്ലോ, ഫസ്റ്റ് ഒരു എക്സ്പോണൻഷ്യൽ പാർട്ടും പിന്നെ -1 ആണ് വരുന്നത്. അതായത് ഐ എസ് ഇൻറ്റു ഇ ടു ദ പവർ വി ഡി
ബൈ ഈറ്റ വി ടി എന്ന് പറയുന്ന ആ ഒരു ടേം നല്ല വലിയൊരു വാല്യൂ ആണ് വരിക കമ്പയർഡ് ടു 1. അപ്പോൾ അതുകൊണ്ട് നോർമലി നമ്മൾ ഈ നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും എന്തിനെ 1-നെ, അത് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ ജനറലി ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആ 1 എന്നുള്ളതിനെ ഒഴിവാക്കിയിട്ടാണ് ജനറലി എന്ത് പറയാറ്, ഈ ഐ ഡിയുടെ എക്സ്പ്രഷൻ പറയാറ്. ദാറ്റ് ഈസ് ഇൻ ജനറൽ അറ്റ് എനി ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഇൻ general at any temperature we can neglect that one and we can write this id is equal to, id is almost equal to is into e to the power vd divided by eta vt. Okay, again I need to mention one thing. This eta is the ideality factor and the range is from 1 to 2 for diodes. 1 to 2 ആണ്, സോറി 1 to 2 ആണ് ഫോർ ഡയോഡ്സ് വരുന്നത്. സോ ഐഡിയലി അതിൻ്റെ വാല്യൂ വേണ്ടത് 1 ആണ് വേണ്ടിയിരുന്നത്, എങ്കിലും 1 to 2 എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ഇഷ്യൂ ആണ്, ഡിസഡ്വാൻറ്റേജ് ആണ്, നമുക്ക് അവസാനം പറയാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഐ ഡി ഈക്വൽ ടു ഐ എസ് ഇൻറ്റു ഇ റേസ് ടു വി ഡി ഡിവൈഡ് ബൈ ഈറ്റ വി ടി. ഇതാണ് നമ്മളുടെ റിലേഷൻ വരുന്നത്, ഫൈനൽ ഇപ്പോൾ കയ്യിൽ നിൽക്കുന്ന റിലേഷൻ. ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും എനിക്ക്, എൽ എൻ, ഓക്കെ, ലോഗരിതം എടുക്കുന്നതിനും മുന്നേ ഞാൻ ജസ്റ്റ് ഈ ഐ എസിന് ഇപ്പുറത്തോട്ട് കൊടുന്നു വിചാരിക്കുക. ഓക്കെ, ഐ എസിന് താഴേക്ക് എടുത്തതിന് ശേഷം ഞാൻ ലോഗരിതം എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക, എൽ എൻ ഓഫ് ഐ ഡി ഡിവൈഡഡ് ബൈ ഐ എസ് വിച്ച് വിൽ ബി ഈക്വൽ ടു, ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ ഇ അവിടുന്ന് പോകും, ബാക്കി എന്ത് വരുള്ളൂ, വി ഡി ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി അല്ലേ, വി ഡി ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി. ഓർ യു ക്യാൻ റൈറ്റ് വി ഡി, what is VD? VD is equal to eta VT times ln of ID divided by IS, right? അപ്പോൾ നമുക്ക് വി ഡിക്ക് ഒരു റിലേഷൻ കിട്ടി ലോഗരിതം ഓഫ് ഐ ഡി ബൈ ഐ എസിൻ്റെ ടേംസിൽ. ഇനി ഞാൻ തൊട്ട് മുന്നത്തെ ഇതിൽ നമ്മൾ രണ്ട് KCL KVL വെച്ചിട്ട് റിലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന റിലേഷൻ ഇതായിരുന്നു, എന്താ, വി ഔട്ട് ഈക്വൽ ടു മൈനസ് വി ഡി എന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓർ വി ഡി മൈനസ് വി ഔട്ട് എന്നുള്ള രീതിയിൽ. ആൻഡ് വി ഹാവ് ഐ ഡി ഈസ് ഈക്വൽ ടു വി ഇൻ ബൈ ആർ. ഈ രണ്ട് റിലേഷൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിലേഷൻസ് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. ഫൈനൽ എക്സ്പ്രഷൻ ഫോർ വാട്ട്, വി ഔട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സോ ഫൈനലി യു വിൽ ഒബ്റ്റെയിൻ വി ഔട്ട് ഈക്വൽ ടു minus eta vt times ln of v in divided by r is. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന എക്സ്പ്രഷൻ. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് സം കോൺസ്റ്റന്റ് ടൈംസ് ലോഗരിതം ഓഫ് വാട്ട്, ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ സം കോൺസ്റ്റന്റ്. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന റിലേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഔട്ട്പുട്ട് വോൾട്ടേജ് നാച്ചുറൽ ലോഗരിതം ഓഫ് ഇൻപുട്ട് എന്നുള്ള രീതിയിലോട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ലോഗരിതമിക് ആംപ്ലിഫയറിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ആൻറ്റി ലോഗരിതമിക് ആംപ്ലിഫയറും പറയാവുന്നതാണ്. ഒരു ലോഗരിതമിക് ആംപ്ലിഫയറിന് ആൻറ്റി ലോഗരിതമിക് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഇവർ രണ്ടാളുടെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഗരിതമിക് ആംപ്ലിഫയർ മാറിയിട്ട് എന്തായി മാറും, ആൻറ്റി ലോഗരിതമിക് ആംപ്ലിഫയർ ആയിട്ട് മാറും. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ മെൻഷൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. സോ ദിസ് ഈസ് ദ സർക്യൂട്ട് ഓഫ് ആൻ ആൻറ്റി ലോഗരിതമിക് ആംപ്ലിഫയർ. സോ ജസ്റ്റ് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ആ ഡയോഡും റെസിസ്റ്ററും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അഗെയിൻ നമുക്കിത് കൂടുതലുള്ള പാരാമീറ്റേഴ്സ് പറഞ്ഞതിന് ശേഷം പോകാമല്ലോ. സോ ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് ഐ എം അസ്യൂമിങ് ഇറ്റ് ആസ് വി ഡി ആൻഡ് ദ കറണ്ട് ത്രൂ ദിസ് ഐ എം അസ്യൂമിങ്, ഇതൊക്കെ ഓൺ സ്റ്റേറ്റിലത്തെ കറണ്ടാണ് ഉദ്ദേശിക്കുന്നത്. കറണ്ട് ത്രൂ ദിസ് ഈസ് ഐ ഡി, ഫോർവേഡ് വോൾട്ടേജ് ആൻഡ് ഫോർവേഡ് കറണ്ട് ആണ് അപ്പോൾ അത് ഉദ്ദേശിച്ചത്. ദെൻ ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് ഐ ആർ. ഓക്കെ, ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾറെഡി അവിടെ എടുത്തിട്ടുണ്ട്, വി ഔട്ട് ആണ്. അപ്പോൾ എഗെയിൻ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ എന്തിൻ്റെ കൺസെപ്റ്റ് വരും, വിർച്വൽ ഗ്രൗണ്ട് വരും. ദാറ്റ് ഈസ് എഫക്റ്റീവ്ലി 0 വോൾട്ട് എന്നുള്ള രീതിയിൽ വരുന്ന പോലെ. ഇവിടെ ഞാൻ ഈ ഒരു പാത്തിലാണ് എന്ത് അപ്ലൈ ചെയ്യുന്നത്, ഇവിടെയാണ് ഞാൻ KVL അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക. അതേപോലെ ഈ ഒരു പോയിന്റിൽ ഇവിടെയാണ് KVL അപ്ലൈ ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിൽ നമ്മൾ KCLും അപ്ലൈ ചെയ്യും. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. സോ ഇഫ് യു അപ്ലൈ ദിസ് KVL യു വിൽ ഹാവ് എന്താ കിട്ടുക,
ഇവിടെ ഉള്ളത് വി ഇൻ മൈനസ് വി ഡി ആണ് വരിക. വി ഇൻ മൈനസ് വി ഡി ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ വരും അല്ലേ. ഓർ വി ഇൻ ഈക്വൽ ടു വി ഡി ഈക്വൽ ടു വി എൻ എന്ന് നമുക്ക് അവിടുന്ന് എഴുതാൻ പറ്റും. അതാണ് കെ സി എൽ വരുന്നത്. ദെൻ അഗൈൻ കെ സി എൽ എന്താണെന്ന് നോക്കുക. കെ സി എൽ നേരത്തെ പോലെ തന്നെയാണ് ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. ദാറ്റ് ഈസ് ഐ ഡി ഈസ് ഈക്വൽ ടു ഐ ആർ ഇൻ ദിസ് കേസ് അല്ലേ. ഇവിടുത്തെ ഐ ആർ നമുക്ക് കിട്ടും. ഇവിടുത്തെ വോൾട്ടേജ് ഇത് 0യും ഇത് എന്താ പറയുക ഇവിടെ വി ഔട്ട് ആണ്. അപ്പോൾ മൈനസ് വി ഔട്ട് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ ആർ എന്നുള്ള രീതിയിലാണ് നമുക്ക് കറണ്ട് കിട്ടുക. അപ്പോൾ ഇതാണ് അതിൽ ബേസിക്കലി നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ അല്ലേ. അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് എഴുതാം വി ഔട്ട് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം, വി ഔട്ട് ഈക്വൽ ടു മൈനസ് ഐ ഡി ഇൻറ്റു ആർ ഓർ മൈനസ് ആർ ഇൻറ്റു ഐ ഡി എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കിട്ടും. ഇനി നേരത്തെ പോലെ നമ്മളിവിടെ എഴുതും, നേരത്തെ ഡയോഡിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യണതാണ്. ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കുന്നത്, അപ്രോക്സിമേറ്റ് ചെയ്ത് ഐ എസ് ഇൻറ്റു ഇ റേസ് ടു വി ഡി ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി ആയിരുന്നല്ലോ അല്ലേ. ഇവിടെ നമുക്ക് അറിയാം എന്താ വി ഔട്ട് ഈക്വൽ ടു, ഹിയർ വി ഹാവ് വി ഔട്ട് ഈക്വൽ ടു മൈനസ് ഐ ഡി ഇൻറ്റു ആർ എന്നല്ലേ കിട്ടി. അപ്പോൾ മൈനസ് ഐ ഡിക്ക് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഐ എസ് ഇൻറ്റു ഈ സാധനം കൊടുക്കുന്നു, ആർ ഇൻറ്റു എന്ത് വരും അപ്പോൾ ഇ റേസ് ടു വി ഡി ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി എന്ന് വരും അല്ലേ. ഇനിയിപ്പോൾ ഇതിൽ എനിക്ക് എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വി ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ വി ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് ദിസ് ആസ് എന്താ വരിക, ഫൈനലി യു ഹാവ് വി ഔട്ട് ഈക്വൽ ടു മൈനസ് ആർ ഇൻറ്റു ഐ എസ് ഇൻറ്റു ഇ ടു ദ പവർ ഓഫ് വി ഇൻ ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി. ഓക്കെ, ഇതാണ് ഫൈനലി നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഇ ടു ദ പവർ എന്ന് പറഞ്ഞാൽ ആൻറ്റി ലോഗരിതം ആണ് ഉദ്ദേശിക്കുന്നത്. സോ ആൻറ്റി ലോഗരിതം ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, സോ തൊട്ട് മുന്നത്തെ കേസിൽ നമുക്ക് ലോഗരിതമിക് റിലേഷൻ കിട്ടി, വി ഔട്ട് ലോഗരിതത്തിനെ റിലേറ്റ് ചെയ്യുന്ന രീതിയിലും. ഇപ്പോഴത്തെ കേസിൽ നമുക്ക് എന്താ ആൻറ്റി ലോഗരിതത്തിൻ്റെ രീതിയിലും നമുക്ക് കിട്ടി. അപ്പോൾ സിംപ്ലി സർക്യൂട്ടിൽ ജസ്റ്റ് ഡയോഡും റെസിസ്റ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ ലോഗരിതമിക് സർക്യൂട്ടും ആൻറ്റി ലോഗരിതമിക് സർക്യൂട്ടും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നതാണ്, കാണാം നിങ്ങൾക്ക്. അപ്പോൾ മേലെ കാണുന്നത് ലോഗരിതമിക് ആംപ്ലിഫയർ ആണ്, അതിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ ദിസ് ഈസ് ഫോർ ആൻറ്റി ലോഗരിതമിക് ആംപ്ലിഫയർ അല്ലേ. അപ്പോൾ ഇതിൽ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അവിടെ വരുന്നുണ്ട്. ഈറ്റ ഞാൻ പറഞ്ഞു റേഞ്ച് 1 to 2 ആണ്. 1 to 2 ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഐഡിയലി നമുക്ക് വേണ്ടത് എന്താ 1 ആണ്. 1 കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണ്. പക്ഷേ ഇവിടെ ഈ ബിക്കോസ് ഓഫ് ദ ഐഡിയാലിറ്റി ഫാക്ടർ ദ ഡൈനാമിക് റേഞ്ച് ഗെറ്റ്സ് റിഡ്യൂസ്ഡ് ആൻഡ് ക്യാൻ ബി ഓവർകം ബൈ യൂസിങ് എ ട്രാൻസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് ഇഷ്യൂ ആവുകയാണ്. അപ്പോൾ ഈ ഡൈനാമിക് റേഞ്ച് പ്രശ്നമാവുന്നത് ഒഴിവാക്കാൻ ഈറ്റ ഈക്വൽ ടു 1 ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഈറ്റയിലത്തെ ഡിപ്പെൻഡൻസി നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഈറ്റ എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അവിടുന്ന് എടുത്ത് കളയാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ആ ഈറ്റ അവിടുന്ന് പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ എന്ത് നിൽക്കുന്നുണ്ട്, ഒരു ഐ എസും നിൽക്കുന്നുണ്ട്, വി ടി നിൽക്കുന്നുണ്ട്. അവരും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ ആദ്യം ഈ ഈറ്റ റിമൂവ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള സർക്യൂട്ടിലോട്ട് വന്നിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ എന്തിലേക്ക് പോവാം, ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, ഫൈനലി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. സോ ഇപ്പോൾ ഈ കാണുന്നതാണ് ഒരു ട്രാൻസിസ്റ്റർ ബേസ്ഡ് ലോഗരിതമിക് ആംപ്ലിഫയർ സർക്യൂട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ സർക്യൂട്ടിൽ നോക്കുകയാണെങ്കിൽ എന്താ, ഇൻപുട്ട് സൈഡിൽ റെസിസ്റ്റർ ഉണ്ട്. ഇവിടുത്തെ ഡയോഡ് മാറ്റി ഇവിടെ എന്ത് വെച്ചു, ഒരു NPN ട്രാൻസിസ്റ്റർ വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഓരോ ഇതും നമുക്ക് അറിയേണ്ടതാണ്. ദിസ് ഈസ് ദ കളക്ടർ റീജിയൻ, ദിസ് ഈസ് ദി എമിറ്റർ റീജിയൻ ആൻഡ് ദിസ് വൺ ഈസ് ദ ബേസ് റീജിയൻ അല്ലേ. ഓക്കെ, ഇതാണ് ഇതിനൊരു പറയുന്ന വേറൊരു പേരൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ എന്താ പറയുക, ട്രാൻസ് ഡയോഡ് കോൺഫിഗറേഷൻ എന്നാണ് പറയുക. ഇറ്റ് ഈസ് കോൾഡ് ദ ട്രാൻസ് ഡയോഡ് കോൺഫിഗറേഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എവിടെ നിന്നാണ് ഈ ഡയോഡ് വന്നതെന്നുള്ളത്.
ഡയോഡ് വന്നത് വേറെ ഒന്നുമില്ല, ഇവിടെ ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിനെ എഫക്റ്റീവ്ലി ഒരു ഡയോഡ് എന്നുള്ള രീതിയിലാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ കാര്യം, യു ക്യാൻ സീ ദാറ്റ് വാട്ട് ദ ബേസ് ഈസ് ഗ്രൗണ്ടഡ് അല്ലേ, ബേസ് ഗ്രൗണ്ടഡ് ആണ്. ജസ്റ്റ് ഇവിടെ എഴുതുന്നുണ്ട്, ബേസ് ഈസ് ഗ്രൗണ്ടഡ്, യു ക്യാൻ സീ. ഇനി വിർച്വൽ ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഇത് പ്രകാരം എവിടെയും എഫക്റ്റീവ്ലി ഗ്രൗണ്ടഡ് ആണ് വരുന്നത്, കളക്ടറും ഗ്രൗണ്ടഡ് ആണ് വരുന്നത് അല്ലേ. സോ കളക്ടർ ബേസ് ജംഗ്ഷൻ അറ്റ് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. സോ കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് അറ്റ് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ അല്ലേ. ഈ ഒരു പോയിന്റ് ഇവിടെയും ഗ്രൗണ്ട്, ഇവിടെയും ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് എഫക്റ്റീവ്ലി എന്താണ്, ഗ്രൗണ്ടഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ആക്റ്റീവ് ആണ് അല്ലേ. ബേസിനും എമിറ്ററിനെ ക്രോസ് ഇവിടെ ഉണ്ട്. അപ്പോൾ സോ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ആക്റ്റീവ്. സോ ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ആക്റ്റീവ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഒരു ഇത് വർക്ക് ചെയ്യുന്നില്ല, മറ്റേത് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് എഫക്റ്റീവ്ലി ഇറ്റ് ആക്ട്സ് ആസ് എ ഡയോഡ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ഈ ബേസ് എമിറ്റർ വോൾട്ടേജ് ഇതിനെ ക്രോസ് ഒരു VBE എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് എമിറ്റർ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എഫക്റ്റീവ് ഇതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൽ കൂടെയുള്ള കറണ്ടുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ലെറ്റ് ദിസ് ബി IC and let this be IE, base current, emitter current, and here I am assuming it as IR. okay, IR എന്നെടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് എന്തായിട്ട് ആക്ട് ചെയ്യാണ്, ഒരു ഡയോഡായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ യു ഹാവ് ഈറ്റ ഈക്വൽ ടു 1. ഇപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിൽ എഴുതുമ്പോൾ ഡയോഡിൻ്റെ തന്നെ ഇക്വേഷൻ എഴുതാം, പക്ഷേ ഈറ്റ ഈക്വൽ ടു 1 ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇവിടെ നമുക്ക് വേറെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിലോട്ട് കറണ്ട് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ എന്തെടുക്കാം, IC ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു IE എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അല്ലേ. പിന്നെ അതേപോലെ ഇവിടെ KCL ഈ പോയിന്റിൽ KCL അപ്ലൈ ആണെങ്കിൽ KCLും KVLും ഒക്കെ അപ്ലൈ ചെയ്യല്ലോ. സോ ഇഫ് യു അപ്ലൈ KCL ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, IR ഈക്വൽ ടു IC എന്നുള്ള രീതിയിലാണല്ലോ വരിക. സോ IR ഈക്വൽ ടു IC നേരത്തെ പറഞ്ഞാൽ IEക്കും ഈക്വൽ ആയിട്ട് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, VIN/R. നമുക്ക് ഇൻപുട്ടിലെ വോൾട്ടേജ് VIN ആണ്, R ആണ്. അത് KCL വഴി കിട്ടും. അതേപോലെ നമുക്കിവിടെ എന്തും അപ്ലൈ ചെയ്യാം, KVLും അപ്ലൈ ചെയ്യാം. KCL അപ്ലൈ ചെയ്ത പോലെ തന്നെ KVLും അപ്ലൈ ചെയ്യാം. KVL അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഏത് ലൂപ്പിലാണ്, ഇവിടുത്തെ ഈ ലൂപ്പിൽ എനിക്ക് KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താ -VBE -Vout ഈക്വൽ ടു 0 എന്ന് വരിക, ഓർ Vout ഈക്വൽ ടു -VBE എന്ന് എഴുതാലോ. Vout ഈക്വൽ ടു -VBE. ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ ബേസിക് KCLും KVLും ഇക്വേഷൻസ് വെച്ചിട്ട് കിട്ടുന്നത്. ഇനി നേരത്തെ പോലെ നമ്മളിവിടെ IS എഴുതാം. IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ ഡയോഡ് എന്ന് പറയുന്നത് ഈ ഒരു ബേസ് എമിറ്റർ ജംഗ്ഷനാണ്. ഇപ്പോൾ ഈ ജംഗ്ഷനിലത്തെ ISന് പകരം ശരിക്കും പറഞ്ഞാൽ IE ആണ് വരിക, IE അല്ലേ. ആ IEക്ക് പകരം ഞാൻ തൽക്കാലം IC എന്ന് എഴുതിയാലും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. സോ ദിസ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു IC which is equal to എന്താ നേരത്തെ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ IS into e raised to VD divided by eta VT ആണ്. അപ്പോൾ VDക്ക് പകരം ഇവിടെ നിൽക്കുന്നത് VBE ആണ്. ഇനി ഈറ്റ വേണ്ട, എന്ത് മാത്രം മതി, VT മാത്രം മതി. ഇപ്പോൾ ഈ രീതിക്കാണ് നമുക്കിവിടെ എക്സ്പ്രഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, റീഅറേഞ്ച് ചെയ്ത് നമുക്ക് VBE ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇത് എന്താ ഇവിടെ ഇത് ID ഈക്വൽ ടു ഉണ്ട്. ശരിക്കും ID ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതുമ്പോഴാണ് വരുന്നത്, അതിന് തെറ്റിയതാണ്. IC എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് മുന്നത്തെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും VBE എന്താണെന്ന് കണ്ടുപിടിക്കാം. VBE ചെയ്യുമ്പോൾ വരിക VT ln IC/IS എന്ന് കിട്ടും. വേറെ ഒന്നുമില്ല, ഈ ISനെ താഴത്തേക്ക് കൊടുക്കുന്നത് ലോഗരിതം എടുത്തതാണ്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ പോയി കിട്ടും. ഫൈനലി യു വിൽ ഹാവ് VBE ഈക്വൽ ടു VT ln IC/IS എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ the final equation will be like Vout equal to minus VT times ln VIN divided by RIS. ഇതാണ് നമുക്ക് കിട്ടുക.
ഈ റിലേഷനിൽ നമ്മളുടെ എന്തില്ല, ഈറ്റ പ്രസന്റ് അല്ല. സോ ആ ഈറ്റയുടെ ഐഡിയാലിറ്റി ഫാക്ടറിനായിട്ടുള്ള റിലേഷൻ അവിടുന്ന് ഒഴിവാക്കി ബൈ റീപ്ലേസിങ് ദ ഡയോഡ് വിത്ത് ട്രാൻസിസ്റ്റർ വിച്ച് ഈസ് മെയ്ഡ് ടു വർക്ക് ആസ് എ ഡയോഡ്. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഐഡിയാലിറ്റിയുടെ ഒരു ഇഷ്യൂ അവിടുന്ന് നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് എന്താ പറയുക, ആൻറ്റിലോഗും കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിലോഗ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകുന്നില്ല, അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. മുന്നേ നമ്മൾ ഡയോഡിൻ്റെ കേസിൽ പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് എന്താ റെസിസ്റ്ററും ഡയോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ എന്തായിട്ട് മാറ്റാനും പറ്റും, ആൻറ്റിലോഗായിട്ട് മാറ്റാനും പറ്റും. ജസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPN പകരം PNP ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. നമ്മൾ ആര് പോയി ഇവിടുന്ന്, ഈറ്റ പോയി. പക്ഷേ ഇപ്പോഴും എന്ത് കെടുക്കുന്നുണ്ട്, VTയും കെടുക്കുന്നുണ്ട്, ISും കെടുക്കുന്നുണ്ട് ഇല്ലേ, VTയും കെടുക്കുന്നുണ്ട്, ISും കെടുക്കുന്നുണ്ട്. PVയിൽ ഈ VTയും ISും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ആണ് ഇനി ഇതിൽ നിന്ന് കളയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മോഡിഫൈഡ് സർക്യൂട്ടാണ് ലോഗരിതമിക് ആംപ്ലിഫയറിൻ്റെ കേസേ പറയുന്നുള്ളൂ. മോഡിഫൈഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ഈ കാണുന്നത്. ഹിയർ യു ക്യാൻ സി two logarithmic amplifier configuration, one at the top and one at the bottom. Okay, അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ ഇൻപുട്ടിൽ കാണാം Vin ആണ് we are having at the input, and the other one you have VR, which is some reference voltage. So in this case you have two transistors. അപ്പോൾ ഇതിനെ ഞാൻ T1 എന്നും ഇതിനെ T2 എന്നും വിളിക്കുകയാണെങ്കിൽ T1 T2 എന്ന് പറയുന്നത് മാച്ച്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. T1 ആൻഡ് T2 ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും മാച്ച്ഡ് ആണ് സച്ച് ദാറ്റ് ദെയർ VT ആൻഡ് IS ആർ ദ സെയിം. VTയും ISും രണ്ടിൻ്റെയും സെയിം ആവത്തക്ക രീതിയിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ട്രാൻസിസ്റ്റേഴ്സിനെ ചൂസ് ചെയ്തിട്ടുള്ളത്. മാച്ച്ഡ് ട്രാൻസിസ്റ്റർ പെയറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വരുന്നത്. ഇനി ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ വരുന്നത്, ഇതൊരു റെഫറൻസ് വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് കേസിലെയും ഔട്ട്പുട്ട് ഞാൻ എടുക്കാൻ വിചാരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റ് എന്നുള്ള A ആണെന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റ് Aയും അതേപോലെ ഈ ഒരു പോയിന്റ് I am taking it as B. അപ്പോൾ എനിക്ക് കിട്ടുക VAയുടെ ഇക്വേഷൻ ഞാൻ ഡിറൈവും ചെയ്യില്ല, നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ്റെ ബേസിൽ എഴുതാമല്ലോ, ഈക്വൽ ടു -VT ടൈംസ് LN Vin ഡിവൈഡഡ് ബൈ R ഇൻറ്റു IS. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ കിട്ടുക. ഇതേപോലെ ഞാൻ ഇവിടെ VBയുടെ ഇക്വേഷൻ വരുമ്പോൾ VB വിൽ ബി ഈക്വൽ ടു -VT ടൈംസ് അഗെയിൻ ഇറ്റ് വിൽ ബി LN Vin പകരം VR ആവും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ, R ഇൻറ്റു IS. കാരണം നമ്മൾ ഇൻപുട്ടിൽ എടുത്തിട്ടുള്ള റെസിസ്റ്റേഴ്സും സെയിം ആണ്. പിന്നെ ഇവർ മാച്ച്ഡ് ആയതുകൊണ്ട് IS VTയും ഒന്നും മാറ്റില്ല, സെയിം ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന VAയും VBയും. ഇനി ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺഫിഗറേഷനാണല്ലോ. ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ്റെ if I am taking this R1, R2, R3, R4 properly, I can get the voltage over here. ഇവിടെയുള്ള വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I can get it as what VB minus VA എന്നുള്ള രീതിയിൽ എനിക്ക് ഇവിടെ വോൾട്ടേജ് കിട്ടും. അപ്പോൾ VB minus VA നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം VT LN Vin by VR എന്നേ വരുള്ളൂ. അതിലത്തെ എന്ത് ഒഴിവായി പോയി, IS അവിടെ നിന്ന് ഒഴിവായി പോകും. കാരണം രണ്ടിലും IS വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം VB minus VA ചെയ്യുമ്പോൾ LNൽ ഒരു ഡിവിഷൻ വരും, അപ്പോൾ അത് ക്യാൻസലായി പോയി. അപ്പം അങ്ങനെ ഇതിൽ നിന്ന് എന്ത് പോയി കിട്ടി, IS പോയി കിട്ടി. പിന്നെ ഇവിടെ നിൽക്കുന്നത് എന്ത് മാത്രമാണ്, ഈ VT മാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം വരുന്നത് നമുക്ക്. ഇനിയിപ്പോൾ VTയുടെ ഡിപ്പെൻഡൻസിയും കൂടിയും VTൻ്റെയും കൂടി എഫക്റ്റും കൂടി അതിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ നമ്മളുടെ എല്ലാം സെറ്റായി. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ തേർഡ് ബ്ലോക്ക് വെച്ചിട്ടുള്ളത്. അതായത് അഗെയിൻ വൺ മോർ ഓപ്പ് ആംപ് ഇൻ ഇൻവേർട്ടിംഗ്, ഈ ഒരു നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ R5 എന്നുള്ള റെസിസ്റ്ററും ഉണ്ട്, R6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിസ്റ്ററും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഔട്ട് എന്തായിരിക്കും വരിക, ഫൈനൽ വി ഔട്ട് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് താഴത്ത്. വി ഔട്ട് വിൽ ബി ഈക്വൽ ടു ഇൻവേർട്ടിംഗ് അല്ല നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ. അപ്പോൾ അഗെയിൻ എന്താ 1 + R6 by R5 ടൈംസ് നമ്മളുടെ അവിടെ വന്ന് നിൽക്കുന്നത് എന്താ VT LN Vin by VR അല്ലേ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത് മാത്രമേ ഉള്ളൂ ഫൈനൽ വരുന്നത്. ഇതിലത്തെ ഈ R5 എന്ന് പറയുന്നത് നമുക്ക്
R5 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. R5 ഈസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ഓക്കെ. So temperature dependent resistor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the temperature coefficient of resistance can be taken in such a way that it is in effect it reduces or nullifies the effect of VT. അപ്പോൾ ഇത് എന്താ ഇതിൻ്റെ ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇനിയിപ്പോൾ അവിടെ ബാക്കിയുള്ള സാധനം VT ആയിരുന്നു. സോ ഇറ്റ് ഈസ് ടു nullify the effect of VT. ഓക്കെ. അപ്പോൾ ഇയാളാണ് എന്ത് കളയുന്നത്, VTയുടെ എഫക്റ്റും കളയുന്നത്. സോ ഫൈനലി നമുക്ക് എല്ലാ എന്താ പ്രശ്നങ്ങളും ഒഴിവായി. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ചപ്പോൾ ഈറ്റ എന്നുള്ള സാധനം പോയി. പിന്നെ ഈ ഒരു മാച്ച്ഡ് ട്രാൻസിസ്റ്റർ പെയർ വെച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ കോൺഫിഗറേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും നമുക്ക് എന്ത് പോയി, VT-നായിട്ടുള്ള IS-നായിട്ടുള്ള റിലേഷൻ പോയി. ഫൈനലി VT കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഡീഷണൽ സ്റ്റേജും കൂടി വെച്ചു. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് അതും കൂടിയും കളഞ്ഞു. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനലി നമുക്കൊരു ബെറ്റർ സ്റ്റേബിൾ ആയിട്ടുള്ള എന്ത് കിട്ടുന്നത്, ലോഗരിതമിക് ടെമ്പറേച്ചർ കോമ്പൻസേറ്റഡ് ലോഗരിതമിക് ആംപ്ലിഫയർ കിട്ടുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.